നമസ്കാരം. പണിയെടുക്കാതെ കണക്കിലെ കുതന്ത്രങ്ങളിലൂടെ ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങിയ നരേന്ദ്രമോദിക്കും സംഘത്തിനും കനത്ത തിരിച്ചടി കിട്ടുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. മെയ് മാസം വിദേശ നിക്ഷേപ കമ്പനികൾ ഓഹരി വിപണിയിൽ നിന്ന് പിൻവലിച്ചത് 29,000 കോടി രൂപയാണ്. ഇതോടെ ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളർത്തിയെന്ന മോദിയുടെ അവകാശവാദമാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത്. പണിയെടുക്കാതെ കണക്കിലെ കുതന്ത്രങ്ങളിലൂടെ ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങിയ നരേന്ദ്രമോദിക്കും സംഘത്തിനും ഇത് കനത്ത തിരിച്ചടിയല്ലേ? മെയ് മാസം വിദേശ നിക്ഷേപ കമ്പനികൾ ഓഹരി വിപണിയിൽ നിന്ന് പിൻവലിച്ചതാണ് ഞാൻ പറഞ്ഞ 29,000 കോടി രൂപ. ഇതോടുകൂടി ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളർത്തി എന്നുള്ള മോദിയുടെ അവകാശവാദവും പൊളിഞ്ഞു വീഴുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. 2023 ജൂണിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിമാസ നഷ്ടമാണിത്. ഈ മാസം അവസാനിക്കുവാൻ കുറേ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നഷ്ടം ഇനിയും കൂടുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അടക്കം ഇതിനെ വിലയിരുത്തുന്നത്. സാമ്പത്തിക നവീകരണങ്ങൾ ലക്ഷ്യത്തിലെത്താത്തതും ഭരണപരാജയവും കാരണമാണ് കമ്പനികൾ കൂട്ടത്തോടെ പണം പിൻവലിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഏപ്രിൽ 10-ന് സെൻസെക്സ് 74,998.11 എന്ന നിലയിലും വോട്ടെടുപ്പ് ആരംഭിച്ച ശേഷം മെയ് 3-ന് 22,794.7 എന്ന സർവകാല റെക്കോർഡിലും എത്തിയിരുന്നു. സെൻസെക്സ് വൈകാതെ 70,000-ഉം നിഫ്റ്റി 23,000-ഉം കടക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വിലയിരുത്തലുകൾ എന്ന് പറയാം. ഓഹരി വിപണിയിലെ കുതിപ്പ് സർക്കാരിൻ്റെ നേട്ടമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരും ഉയർത്തിക്കാട്ടി. എന്നാൽ പിന്നീട് വിപണിയിൽ കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലും മാർച്ചിലുമായി 1,539 കോടിയും 30,098 കോടിയുമാണ് വിദേശ കമ്പനികൾ ഇന്ത്യൻ വിപണിയിൽ നിക്ഷേപിച്ചത്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം മോദി തരംഗമില്ല എന്നും BJP സർക്കാരിന് തുടർച്ച ഉണ്ടാകില്ലെന്നും സൂചന ലഭിച്ചതോടെ കമ്പനികൾ പാലം വലിക്കാൻ തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ഏപ്രിൽ 8,700 കോടി രൂപ അവർ പിൻവലിച്ചു. ഈ മാസം ആദ്യത്തെ 10 ദിവസം 17,000 കോടി രൂപ കൂടി പിൻവലിച്ചിരിക്കുന്നു. ഇവിടെ മോദിയുടെ വലം കൈയായിട്ടുള്ള അദാനിയും അംബാനിയും കോൺഗ്രസിന് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം നൽകിയെന്ന് അദ്ദേഹം തന്നെ, അതായത് മോദി തന്നെ ആരോപിച്ചത്, ആ ആരോപണം കൂടി വലിയ തിരിച്ചടിയായി എന്ന് വേണമെങ്കിൽ പറയാം. തോൽവി ഭയന്നാണ് മോദി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്ന് വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ വിലയിരുത്തലുകൾ ഉണ്ടായി എന്നുള്ളതാണ്. രാജ്യത്ത് ഒരു സൗഹൃദ അന്തരീക്ഷം നിലനിന്നാലേ വിദേശ കമ്പനികൾ നിക്ഷേപത്തിലെത്തൂ. ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം നരേന്ദ്രമോദി അടക്കമുള്ള BJP നേതാക്കൾ നടത്തുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതാണ്. 2014 അച്ഛേ ദിൻ, 2019 ദേശ് കി സുരക്ഷ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ട BJPയും മോദിയും ഇത്തവണ മോദി ഗ്യാരണ്ടിയുമായാണ് എത്തിയത് എങ്കിലും ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഗ്യാരണ്ടിയുടെ കാറ്റ് ജനങ്ങൾ അഴിച്ചുവിട്ടു എന്ന് മനസ്സിലായി. അതോടെയാണ് പച്ചയ്ക്ക് വർഗീയ വിഷം ചീറ്റാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. രാമക്ഷേത്രം കോൺഗ്രസ് ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമെന്ന തരത്തിലുള്ള തരംതാണ പ്രസ്താവനകൾ, അത്തരത്തിലുള്ള പ്രസ്താവനകൾ വരെ നരേന്ദ്രമോദിക്ക് നടത്തേണ്ടി വന്നു. എന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയും എടുത്തില്ല എന്നുള്ളതാണ് വസ്തുത. പഞ്ചാബും ഹരിയാനയും എന്നിവിടങ്ങളിൽ നിന്ന് BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടി ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലാനാകാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. മിനിമം താങ്ങുവില നൽകുമെന്ന വാഗ്ദാനം നരേന്ദ്രമോദി പാലിക്കാത്തതുള്ള പ്രതിഷേധം അത് സത്യത്തിൽ ശക്തമാണ്. ഹരിയാനയിലെ BJP സർക്കാരിനുള്ള പിന്തുണ 3 സ്വതന്ത്രർ പിൻവലിച്ചത് അതുകൊണ്ടാണ്. ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടും കേവലം സാങ്കേതികത്വം പറഞ്ഞ് കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള നയാബ് സിംഗ്. വെള്ളം എത്തിക്കുന്നവർക്ക് വോട്ട് നൽകുമെന്ന് ഹരിയാനയിലെ ചില ഗ്രാമങ്ങളിൽ ചില പോസ്റ്ററുകൾ വരെ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവർക്കും ശുദ്ധജലം എന്ന മോദിയുടെ പ്രഖ്യാപനം പാഴ്വാക്കായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് വാദം. ഡൽഹിക്കും അതിനു ചുറ്റുമുള്ള സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. ഡൽഹിയിൽ ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതോടെ ഉണ്ടായ ഒരുതരം പ്രതിഷേധം അത് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടും അത് അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. BJPയുടെ എല്ലാ കുതന്ത്രങ്ങളും ഡൽഹിയിൽ തകർന്നടിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും അവസാനം സ്വാതി മാലേവാൾ ഉന്നയിച്ച ആരോപണത്തിന് പിന്നിൽ BJPയാണ് എന്ന് തന്നെ എല്ലാവർക്കും വ്യക്തമായ കാര്യവുമാണ്. ബീഹാറിൽ RJDയുടെ നേതാവായിട്ടുള്ള തേജസ്വി യാദവ് ഒറ്റയ്ക്കും മറുവശത്ത് മോദി, അമിത്ഷാ, നിതീഷ് കുമാർ, രാജ്നാഥ് സിംഗ്, JP നദ്ദ എന്നിവർ NDAക്ക് വേണ്ടിയുമൊക്കെ പ്രചരണം നടത്തി. രാഹുലും ഖാർഗെയും 2 തവണ മാത്രമാണ് ആ സംസ്ഥാനത്ത് എത്തിയത് പോലും. ഹിന്ദു മുസ്ലിം, മത്സ്യം, മാംസ്യം, പാകിസ്ഥാൻ തുടങ്ങിയ വിഷയങ്ങളാണ് BJP പലപ്പോഴും അവിടെ ഉയർത്തി വന്നത്. തേജസ്വി ആകട്ടെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വിലക്കയറ്റവും തുടങ്ങിയ ജനകീയപരമായിട്ടുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ സമ്മേളനങ്ങളിൽ വലിയ ജനകീയ പങ്കാളിത്തമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രത്യേകിച്ച് യുവാക്കളുടെ. മോദി
കരുത്തനായ നേതാവാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിനെതിരെ മത്സരിക്കുവാൻ പത്രിക നൽകാൻ പോലും പലരെയും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. നൽകുന്നവരുടെ പത്രികകൾ യാതൊരു കാരണവുമില്ലാതെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ വ്യാജ ഒപ്പിട്ട് എതിർ സ്ഥാനാർത്ഥികളുടെ പത്രിക പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. BJPയുടെ പരാജയ ഭീതിയുടെ ആഴം അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ ധാരാളമാണ്. മഹാരാഷ്ട്രയിൽ NCPയെയും ശിവസേനയെയും പുലർത്തിയാണ് മോദി BJP പിന്തുണയുള്ള സർക്കാർ അവിടെ രൂപീകരിച്ചത് എന്നുള്ളത് വസ്തുതയാണ്. ഇതിനെതിരെ വലിയ ജനവികാരം രൂപപ്പെട്ടു. അതുകൊണ്ട് ഈ രണ്ട് പാർട്ടികൾക്കും ഇത്തവണ സഹതാപ തരംഗം ലഭിക്കും എന്നുള്ളതാണ് ഉറപ്പ്. അങ്ങനെ എല്ലാം കൊണ്ടും മിക്ക സംസ്ഥാനങ്ങളിലും മോദിക്കും BJPക്കും എതിരായിട്ടുള്ളൊരു ജനവിധിയാണ് നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ ആഘാതം എത്രയാണ് എന്ന് ഫലം പുറത്തായ ശേഷമേ അറിയാനാകൂ എന്നുള്ളതാണ്. ഇങ്ങനെ മാധ്യമങ്ങൾ പടച്ചെടുക്കുന്ന സർവേ റിപ്പോർട്ടുകളിൽ വീണുകൊടുക്കാതെ മാധ്യമങ്ങൾക്കപ്പുറം ജനങ്ങളുടെ ഒരു വിധിയെഴുത്തുണ്ട്. ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് വോട്ടെടുപ്പുകൾ എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയപ്പെടുന്നത്. ആ തെരഞ്ഞെടുപ്പുകൾ ജനങ്ങൾ ഏറ്റെടുക്കുകയും ജനങ്ങൾ തീരുമാനിക്കുകയും ചെയ്യും ആര് ഭരിക്കണമെന്നുള്ളത്. അങ്ങനെ 2 തവണയും ഭരിച്ച നരേന്ദ്രമോദി തന്നെയാണോ മൂന്നാമതും ഭരിക്കേണ്ടത്? അങ്ങനെ ഒരു ഹാട്രിക് നേടുവാനുള്ള കരുത്ത് അതിലൂടെ ജനങ്ങൾ നരേന്ദ്രമോദിക്ക് നൽകുന്നുണ്ടോ എന്നറിയണമെങ്കിലും ഫലം വരെ കാത്തിരിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചില ആരോപണങ്ങൾ, ചില ആവേശകരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഇവയൊക്കെ ഇന്ത്യ മുന്നണിക്ക് ചില പ്രതീക്ഷകൾ നൽകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എത്രയൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ഉറപ്പുകൾ ലഭിച്ചാലും ഈ വട്ടം 2024 എന്നുള്ളത് നരേന്ദ്രമോദിക്കുള്ളതാണ്. നരേന്ദ്രമോദി തന്നെ കേന്ദ്രം ഭരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പകരം കെജ്രിവാൾ തൊടുത്തുവിട്ട ആ ഒരു ബാണം അത് തീർച്ചയായിട്ടും BJPയുടെ നെഞ്ചു തകർത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ടല്ല വോട്ട് പിടിക്കുന്നത്, അമിത്ഷാ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വോട്ട് നേടുന്നത് എന്ന് പറയുന്ന കെജ്രിവാളിൻ്റെ വളരെ കൃത്യമായ ബാണം ചെന്ന് തകർത്തിരിക്കുന്നത് അമിത്ഷായുടെ നെഞ്ച് തന്നെയാണ്, BJPയുടെ നെഞ്ചു തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നു. പക്ഷേ അങ്ങനെ ഏതെങ്കിലും ഒരു ചിന്തയോ സ്വപ്നമോ അമിത്ഷാ മനസ്സിൽ വച്ചിട്ടുണ്ടെങ്കിൽ അത് പതിയെ ഇറക്കി വയ്ക്കുന്നതാണ് നല്ലത്. ജനങ്ങൾ, അതായത് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കണമെന്നാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിക്കാണ് അവരുടെ മാൻഡേറ്റ് നൽകുന്നത്. ആ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമെന്ന് പറയപ്പെടുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ പൂർത്തിയാകുമ്പോൾ നരേന്ദ്രമോദിക്ക് വേണ്ടി പണിയെടുക്കുകയും നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് ചെയ്യുകയും ചെയ്യുന്നവരെ നിരാശരാക്കരുത് BJP, ഒപ്പം നരേന്ദ്രമോദി.